മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഒരു കത്ത് എനിക്ക് കിട്ടിയത് ഇന്നലെ കിട്ടിയതാണ്. കുറേ മുമ്പ് എഴുതിയതാണ്. അവന്തി പബ്ലിക്കേഷൻസ്, മാത്യു എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് മാത്യൂസ് അവന്തി. നല്ലൊരു കത്തായിട്ട് എനിക്ക് തോന്നി. അദ്ദേഹം എഴുതിയത് ഛത്രപതി ശിവജി എന്ന എൻ്റെ പുസ്തകത്തെക്കുറിച്ച് അങ്ങ് യൂട്യൂബിൽ കൊടുത്ത വീഡിയോ എത്രമാത്രം ഗുണബലം ഉളവാക്കിയെന്ന് വിവരിക്കാനാവില്ല. ലണ്ടനിൽ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഇക്കാര്യം ഞാൻ അറിയുന്നത്. താങ്ക്സ് എന്നൊരു വാക്ക് മാത്രം എഴുതി അവസാനിപ്പിക്കാവുന്നതല്ല, അവസാനിപ്പിക്കുന്ന നന്മയല്ല. അങ്ങ് ശിവജിക്കും കുൽസിത ബുദ്ധികൾ കുഴിച്ചു മൂടിയ നമ്മുടെ വീരപിതാക്കന്മാർക്കും പിന്നെ നിസ്സാരനായ എനിക്കും വേണ്ടി ചെയ്തത്. അങ്ങേക്ക് ഉചിതമായ കൃതജ്ഞതാ പ്രകടനമായി ചന്ദ്രഗുപ്ത മൗര്യൻ അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നു. ഭാരത ചരിത്രത്തിൽ തമസ്കരിച്ചു കളഞ്ഞ നമ്മുടെ വീരപിതാക്കന്മാരെ ഉജ്ജീവിപ്പിക്കാനുള്ള എൻ്റെ ശ്രമത്തിൽ ഒറ്റയാൾ പട്ടാളമാണ് ഞാനെന്ന് പലപ്പോഴും തോന്നിയിരുന്നു. അങ്ങയുടെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി ഞാൻ ഒറ്റയ്ക്കല്ല എന്ന്. നന്ദി സർ, 1000 വട്ടം. ആദരപൂർവം, മാത്യൂസ് അവന്തി. NB. താഴെ കൊടുത്തിരിക്കുന്ന ഫോണിലേക്കോ ഇമെയിലിലേക്കോ അങ്ങയുടെ മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും അയച്ചു തരികയാണെങ്കിൽ നന്നായിരുന്നു. ഈ ഒരു കത്ത് വായിക്കാനല്ല ഞാൻ ഈ സമയം ഉപയോഗിച്ചത്. സാധാരണ ധാരാളം വ്യക്തികൾ എനിക്ക് ഓരോ പുസ്തകം തരാറുണ്ട്. ഞാൻ ഒന്ന് ഓടിച്ചു നോക്കാറേ ഉള്ളൂ. പക്ഷേ മാത്യൂസ് അവന്തി എഴുതിയ ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന പുസ്തകം, അതിലെ വാക്കുകളും വരികളും നെഞ്ചത്തേക്ക് ഇടിച്ചു കയറുന്ന വിധത്തിൽ, അതിൽ ഒരു നാടകീയതയും ഇല്ലെങ്കിലും നാടകം വായിക്കുന്ന, ഡ്രാമ വായിക്കുന്ന, നോവൽ വായിക്കുന്ന അതിഗംഭീരമായിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുക. ശരിക്കും എനിക്ക് ഈ ബാഹുബലി എന്ന സിനിമ വളരെ ഇഷ്ടപ്പെട്ടു. ആ ബാഹുബലി കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ആ ഒരു വികാരം പോലെയാണ് പിപ്പലാദ മഹർഷിയും അലക്സാണ്ടറും തമ്മിലുള്ള ചർച്ച. അലക്സാണ്ടറുടെ ജീവിതത്തിലെ ഭാഗങ്ങൾ ഇതിൽ എഴുതിയിരിക്കുന്നതും ചന്ദ്രഗുപ്തന്റെ ജീവിതത്തിലെ ഭാഗങ്ങൾ എഴുതിയിരിക്കുന്നതും ചാണക്യന്റെ ഭാഗങ്ങൾ എഴുതിയിരിക്കുന്നതും അവരുടെ കോൺവെർസേഷനിലെ ഡയലോഗുകളുടെ കൊട്ടേഷൻ എഴുതിയിരിക്കുന്നതും മറ്റേതൊരു പുസ്തകത്തെക്കാളും ഈ ഒരു പുസ്തകം നല്ല ഉജ്ജ്വലമായിട്ടുള്ള പുസ്തകം. ഞാൻ ഇന്നലെ തന്നെ ഇരുന്ന് 3/4 ഭാഗവും ഞാൻ വായിച്ചു തീർത്തു. ഭാഷാപ്രയോഗം, അതുപോലെ തന്നെ ചരിത്രത്തോട് കാണിച്ചിരിക്കുന്ന ആ നീതി, സത്യം, ധർമ്മം, നീതി, ന്യായം. ഇടയ്ക്കിടയ്ക്ക് ചില ഫോട്ടോകളുണ്ട്, നല്ല ആധികാരികമായിട്ടുള്ള ഫോട്ടോകൾ. അതെല്ലാം പാടലീപുത്രത്തിൽ നളന്ദ സർവകലാശാലയുടെ കെട്ടിടാവശിഷ്ടങ്ങൾ, ചിത്രമാണ്. അതേപോലെ തക്ഷശിലയിലെ, ഇതെല്ലാം ഔദ്യോഗികമായിട്ടെടുത്ത പാടലീപുത്രം നഗരാവശിഷ്ടങ്ങൾ പര്യവേക്ഷകർ കുഴിച്ചെടുക്കുന്ന ആ സീന്, ഇങ്ങനെ ഇതെല്ലാം ചിത്രങ്ങളും ചേർത്ത് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വരി എനിക്ക് വായിക്കുന്നതിനനുസരിച്ച് ആവേശം തോന്നുന്ന വിധത്തിൽ സാധിക്കുമെങ്കിൽ എനിക്ക് തോന്നുന്നു മാത്യു ചെയ്യുന്ന ഈ ധന്യമായിട്ടുള്ള യജ്ഞത്തിൽ നിങ്ങളും കൂടെ ഉണ്ടാവണം. ഒരു കാര്യം ഉറപ്പാ, അൾട്രാ മോഡേൺ പ്രിന്റിങ്, ക്വാളിറ്റി പേപ്പർ, കവറ്, ഇതെല്ലാം ചേർത്ത് 140 രൂപയാണ് ഈ പുസ്തകത്തിന് ചാർജ് ഇട്ടിരിക്കുന്നത്. അത് ഏതാണ്ട് 200ഓളം പേജുള്ള പുസ്തകം. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രിന്റിംഗ് കോസ്റ്റ് നോക്കുമ്പോൾ ചന്ദ്രഗുപ്ത മൗര്യൻ, ആദ്യത്തെ ഭാരത ചക്രവർത്തി, ഇതാണ് ടൈറ്റില്. ഇതിന്റെ ചുവട്ടില് അലക്സാണ്ടർ ചക്രവർത്തിയെ ഭാരതത്തിൽ നിന്ന് തോൽപ്പിച്ചോടിച്ച വിമോചന യുദ്ധം, അതിന്റെ സബ് ടൈറ്റിലാണ് അവന്തി പബ്ലിക്കേഷൻസ്.
ഞാനിതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഈ യൂട്യൂബിൻ്റെ ചുവട്ടിൽ തന്നെ കൊടുക്കാം. അവന്തി പബ്ലിക്കേഷൻസ്, കോട്ടയം 1, ML റോഡ്, കോട്ടയം 1 അവരുടെ പബ്ലിക്കേഷൻസ് അവൈലബിൾ ആയിരിക്കുന്നത്. അവന്തി പബ്ലിക്കേഷൻസ്, പറമ്പിത്തറ ക്രോസ് റോഡ്, പനമ്പള്ളി നഗർ, എറണാകുളം. ഈ അഡ്രസ്സും ഈ ഫോൺ നമ്പറും കൊടുക്കാം. ഒരു കാര്യം ഉറപ്പു പറയുന്നു, ധന്യമായ രീതിയിൽ നമ്മുടെ ചരിത്രത്തോട് നീതി പുലർത്തിക്കൊണ്ട് ധാർമ്മികമായിട്ട് ഒരു വരി കൂടി ഞാൻ പറയാം, ഏത് രീതിയിൽ വ്യാഖ്യാനിച്ചാലും വിരോധമില്ല. ഭാരതത്തിൻ്റെ പൈതൃകത്തെ അഭിമാനത്തോടുകൂടി ഹൃദയത്തിലും ശിരസിലും ഏറ്റുന്നൊരു വ്യക്തിക്ക് ഈ പുസ്തകം അസാധാരണമായിട്ടുള്ള ആവേശവും ഊർജവും നൽകുമെന്നുള്ളത് ഞാൻ വായിച്ചതിന് ശേഷമാണ് നിങ്ങളോട് ഇത് പറയുന്നത്. ഒന്നുകിൽ എഴുതി അതൊരെണ്ണം മേടിച്ച് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാതെ മറ്റുള്ളവർക്ക് വായിക്കാനായിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ എന്നെങ്കിലും ഒരിക്കലെങ്കിലും ഇത് വായിക്കാം. ധന്യമായിട്ടുള്ള മാത്യുവിൻ്റെ ധർമ്മബോധമുള്ള ചരിത്രത്തോട് നീതി പുലർത്തുന്ന പഠനാത്മകമായ ഗവേഷണാത്മകമായിട്ടുള്ള ആ പുസ്തകം അത് ജീവിതത്തിൽ കയ്യിൽ വയ്ക്കുന്നതും സ്വയം വായിക്കുന്നതും മറ്റുള്ളവർക്ക് വായിക്കാൻ കൊടുക്കുന്നതും ഒരു പുണ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ആ കത്ത് ഞാൻ അദ്ദേഹത്തിനോട് നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു കത്ത് എഴുതിയില്ല എങ്കിലും ഈ പുസ്തകം എനിക്ക് കയ്യിൽ കിട്ടിയപ്പോൾ ഞാനത് പ്രചരിപ്പിക്കും എന്നുള്ളത് എൻ്റെ ദൗത്യത്തിൻ്റെയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ കർമ്മത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഭാഗമാണെന്ന് കൂടി മാത്യൂസിനെ ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.